ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരൺ പ്രീതയുടെ അടുത്ത് ചെല്ലുന്നു. പ്രീതയുടെ അടുത്ത് ചെന്നിട്ട് വീണ്ടും പറയുകയാണ്, പൃഥ്വി കള്ളം പറയുകയാണ്, നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയുന്നു. പ്രീത പക്ഷേ കിരണിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കിരൺ പറയാണ്, ഡയമണ്ട് നെക്ലേസ് വാങ്ങിയതിന്റെ ബില്ല് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, പൃഥ്വി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയാണ്. കിരൺ ആണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്താണ് ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്തത്? ഷേർലിനും പൃഥ്വിയും തമ്മിലാണെങ്കിൽ അരുതാത്ത ബന്ധമുണ്ടെന്നൊക്കെ പറയാണ്. സൃഷ്ടിയാണെങ്കിൽ അവിടേക്ക് വരികയാണ്. കിരൺ പറയുന്നത് കേട്ടിട്ട് സൃഷ്ടി കിരണിനോട് ചോദിക്കുകയാണ്, പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്. കിരൺ ആണെങ്കിൽ ഷേർലിന്റെ കാര്യവും പൃഥ്വിയുടെ കാര്യവും നടന്നതെല്ലാം പറയുകയാണ് സൃഷ്ടിയോട്. പ്രീതയാണെങ്കിൽ കിരണിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പ്രീത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൃഥ്വിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചതല്ലേ, അതുമാത്രമല്ല അവൻ്റെ അമ്മയും ഫോൺ വിളിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. കിരൺ പറയാണ്, പൃഥ്വിയാണെങ്കിൽ അവൻ്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലായ പോലുമില്ല, അതിനു മുമ്പ് തന്നെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞു, നിനക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ, നീ ഒരു മണ്ടിയാണെന്നൊക്കെ പറയാണ്. സൃഷ്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൃഥ്വിയാണെങ്കിൽ സൃഷ്ടിയുടെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ ഷേർലിനെ നോക്കിയതൊക്കെ ഓർക്കുന്നു. സൃഷ്ടിയാണെങ്കിൽ കിരണിനോട് പറയാണ്, എനിക്ക് കിരൺ പറയുന്നതിൽ വിശ്വാസമുണ്ട്, പലപ്പോഴും എനിക്ക് അവരെ സംശയം തോന്നിയിട്ടുണ്ട്, അവർക്കിടയിൽ എന്തോ ഉണ്ടെന്നൊക്കെ പറയാണ്. കിരൺ പറയാണ്ട്, ഷേർലിന്റെ കോൾ ലിസ്റ്റിലാണെങ്കിൽ പൃഥ്വിയുടെ കോൾ ഞാൻ കണ്ടു, അത് മാത്രമല്ല അവൾ ഉടനെ തന്നെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവനോട്, അത് കഴിഞ്ഞാണ് ഈ നാടകമൊക്കെ കളിച്ചതെന്ന്. കിരണിനോട് സൃഷ്ടി ചോദിക്കുന്നുണ്ട്, കോൾ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന്. ഷേർലിന്റെ മൊബൈലാണെങ്കിൽ ഞാനൊന്ന് എടുത്തു മാറ്റിയായിരുന്നു കുറച്ചു നേരത്തേക്കെന്ന് കിരൺ പറയാണ്. പ്രീതി അപ്പോൾ പറയാണ്, എൻ്റെ മൊബൈലിൽ കൂടെ നോക്ക്, നിന്റെ നമ്പർ ആണെങ്കിൽ ഇതിലുണ്ടല്ലോ, ഞാൻ വിളിച്ചതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. കിരൺ അപ്പോൾ പറയാണ്, നമ്മളെപ്പോലെയല്ല അവർ, നമ്മളാണെങ്കിൽ ഫ്രണ്ട്സാണ്, എല്ലാവരെയും മുന്നിൽ വെച്ചാണ് വഴക്കിടുന്നതും സംസാരിക്കുന്നത്, പക്ഷെ അവരങ്ങനെയല്ല, എല്ലാം രഹസ്യമായിട്ടാണ്, അവർ രണ്ടുപേരും ശരിക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണെന്നൊക്കെ കിരൺ ഉറപ്പിച്ചു പറയുകയാണ്. കിരൺ ആണെങ്കിൽ വീണ്ടും വഴക്ക് പറയുകയാണ്. സൃഷ്ടിക്കൂടെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ട്, നിനക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു. പ്രീതയാണെങ്കിൽ കിരണിനോട് ചോദിക്കുകയാണ്, നിന്നോട് പറഞ്ഞാൽ നിനക്ക് എന്താണ് മനസ്സിലാകാത്തത്? നീ ആണെങ്കിൽ വീണ്ടും വീണ്ടും തെളിയിക്കാൻ നോക്കി എല്ലാവരെയും മുന്നിൽ അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ആണെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. കിരൺ പറയാണ്, ഈ പ്രാവശ്യം എൻ്റെ ഐഡിയ ഒന്നും ഫ്ലോപ്പ് ആകത്തില്ല, എനിക്ക് വിശ്വാസമുണ്ടെന്ന്. സൃഷ്ടിയാണെങ്കിലും പറയാണ്, എനിക്ക് കിരണിനെ വിശ്വാസമുണ്ടെന്ന്. കിരൺ ആണെങ്കിൽ പ്രീതയോട് ആ നെക്ലേസ് അഴിച്ചു മാറ്റാൻ പറയുന്നു. പ്രീതയാണെങ്കിൽ അഴിച്ചു മാറ്റിയിട്ട് സൃഷ്ടിയുടെ കൊടുക്കുകയാണ്, ഇത് സൂക്ഷിച്ചു വെച്ചോളാൻ പറയുകയാണ്. പൃഥ്വിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയണം, ഞാനും കിരണും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ടാകുന്നത് ഞങ്ങളുടെ ഗ്രഹനിലയുടെ കാര്യം കൊണ്ടാണെന്ന്. പൃഥ്വിയാണെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് പ്രീതയോടും അതുപോലെ സൃഷ്ടിയോടും പറയണം, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടെത്തിക്കാമെന്നൊക്കെ. സൃഷ്ടി അപ്പോൾ പറയാണ്, ഞാൻ ചേച്ചിയും കൊണ്ട് ഒരിടം വരെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുവിടണ്ട എന്ന് പറയുന്നു. സൃഷ്ടിയാണെങ്കിൽ കിരണിനെ കണ്ണടച്ച് കാണിക്കുന്നു. കിരൺ ആണെങ്കിലും തിരിച്ചതുപോലെ കാണിക്കുന്നു. പൃഥ്വിയും ഷേർലിനും ആണെങ്കിൽ കാറിലിരുന്ന് സംസാരിക്കുകയാണ്. ഷേർലിൻ പറയണ, ശരിക്കും ഞാൻ വിചാരിച്ചു പോയി പെട്ടുപോയെന്ന്, പക്ഷെ നീ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയാണ്. പൃഥ്വി അപ്പോൾ പറയണം, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. ആകെയുള്ള ഒരു പ്രശ്നം, ഇനി അവർക്കാണെങ്കിൽ സംശയം നമ്മുടെ മേലെ കൂടുമെന്ന് പറയുന്നു. ഷേർലിൻ ചോദിക്കുകയാണ് പൃഥ്വിയോട്, എങ്ങനെയാണ് ആ മാലയുടെ ബില്ല് കിട്ടിയതെന്ന്. അപ്പോൾ പൃഥ്വി പറയണം, നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ രാധിക ആൻറ്റി ആണെങ്കിൽ നിനക്കും അതുപോലെ കാർത്തികയ്ക്കും ഒരേപോലത്തെ മാല വാങ്ങിയെന്ന്. ഞാനാണെങ്കിൽ ആ ഷോപ്പിൽ പോയിട്ട് റെസിപ്റ്റ് ചോദിച്ചു, പണവും കൊടുത്തു, പണം കൊടുത്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയാണ്. പൃഥ്വി പറയാണ്, ഇന്ന് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഫ്രീ ആയിട്ടുണ്ടെന്ന്. ഷേർലിൻ അപ്പോൾ പറയണം, ഇന്നത്തെ കാര്യങ്ങളെല്ലാം സ്ലാം ബുക്കിൽ എഴുതണമെന്ന്, എന്നും ഞാൻ അങ്ങനെ എഴുതാറുണ്ടെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് കിരൺ ആണെങ്കിൽ അതുവഴി വരുന്നുണ്ട്. കിരൺ ആണെങ്കിൽ രണ്ടുപേരെയും കാറിലിരിക്കുന്നത് കാണുന്നു. കിരൺ കണ്ടെന്ന് പൃഥ്വിക്കും ഷേർലിനും മനസ്സിലാകുന്നു. രണ്ടുപേരും കാറിലാണെങ്കിൽ മറിഞ്ഞ് താഴോട്ടിരിക്കുകയാണ്. കിരൺ ആണെങ്കിൽ വണ്ടി തിരിച്ചു പുറമോട്ട് വരുമ്പോൾ കാറിനകത്ത് ആരെയും കാണുന്നില്ല. കിരൺ അപ്പോൾ വിചാരിക്കുകയാണ്, ഈ കാറിൽ ഞാൻ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതാണല്ലോ, ഇപ്പോൾ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ. കിരൺ ആണെങ്കിൽ കാർ മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ വീണ്ടും അവിടേക്ക് വരികയാണ് നടന്ന്. ആ സമയത്താണെങ്കിൽ രണ്ടുപേരെയും കാറിൽ ഒരുമിച്ചിരിക്കുന്നത് കിരൺ കാണുന്നു. കിരണിനാണെങ്കിൽ ശരിക്കും മനസ്സിലാകുന്നു, കിരൺ വിചാരിച്ചതെല്ലാം സത്യമാണ്, എല്ലാവരെയും ഇവർ രണ്ടുപേരും ചേർന്ന് ചതിക്കുകയാണെന്ന്. ഇവരുടെ കള്ളത്തരം ഉറപ്പായിട്ട് ഞാൻ തെളിയിക്കുമെന്നൊക്കെ കിരൺ വിചാരിക്കുന്നു. പ്രീതയും സൃഷ്ടിയും ആണെങ്കിൽ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീതയാണെങ്കിൽ സൃഷ്ടിയെ കുറ്റപ്പെടുത്തുകയാണ്, നീ കിരണിൻ്റെ കൂടെ ചേർന്ന് എപ്പോഴും എന്തിനാണ് ഈ പൃഥ്വിയെ ഒറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പൃഥ്വിയേട്ടനാണെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതല്ലേ, പക്ഷെ നീ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ എന്നോട് കള്ളം പറഞ്ഞ് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. സൃഷ്ടിയാണെങ്കിൽ എല്ലാം സമ്മതിക്കുകയാണ്, ഞാൻ മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട്. പ്രീതി അപ്പോൾ പറയുന്നുണ്ട്, പൃഥ്വിക്ക് ബുദ്ധിയുള്ളവനാണ്, പൃഥ്വിക്ക് അത് മനസ്സിലാകുമെന്ന്. സൃഷ്ടി അപ്പോൾ പറയണം, മനസ്സിലാക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്.
പൃഥ്വിയെക്കുറിച്ചാണെങ്കിൽ ഒത്തിരി പുകഴ്ത്തി പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല, അതുമാത്രമല്ല കിരണിനെ കുറിച്ചാണെങ്കിൽ ഒത്തിരി ബാഡായിട്ട് പറഞ്ഞാൽ അതും ഞാൻ കേൾക്കില്ല എന്നൊക്കെ സൃഷ്ടി പറയുന്നു. വീട്ടിൽ വന്നതിന് ശേഷവും സൃഷ്ടിയും പ്രീതയും ആണെങ്കിൽ പൃഥ്വിയുടെ കാര്യം പറഞ്ഞ് വഴക്കടിക്കുകയാണ്. പ്രീത പറയുന്നുണ്ട്, നീ ആണെങ്കിൽ സംസാരിക്കുന്നത് കിരൺ സംസാരിക്കുന്നത് പോലെയൊക്കെയാണെന്ന്. സൃഷ്ടി ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇതുവരെയും പൃഥ്വിയുടെ കാര്യത്തിൽ ഒന്നും തോന്നിയിട്ടില്ലേ എന്ന്. പ്രീത അപ്പോൾ പറയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ പൃഥ്വിയേട്ടനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ സത്യങ്ങൾ തെളിയിച്ചല്ലോ എന്നൊക്കെ പറയുന്നു. സർലയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് രണ്ടുപേരോടായിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന്. സൃഷ്ടി അപ്പോൾ പറയാണ്, എനിക്കും കിരൺ സാറിനും ആണെങ്കിൽ പൃഥ്വിയിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. പ്രീത പെട്ടെന്ന് തന്നെ ആ വിഷയം മാറ്റിയിട്ട് പറയാം, പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പൃഥ്വി എനിക്കൊരു നെക്ലേസ് വാങ്ങി തന്നു, അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചോയ്സ് നല്ലതല്ലെന്നാണ് പറയുന്നതെന്ന് പറയാണ്. പ്രീതയാണെങ്കിൽ ആ നെക്ലേസ് സർലയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പ്രീത പറയാണ്, എനിക്കാണെങ്കിൽ ഈ നെക്ലേസിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്